നമ്മുടെ ഇന്നത്തെ താരം കപ്പയാണ്. അപ്പോൾ കപ്പ കൊണ്ട് നമുക്കിന്ന് യൂട്യൂബിൽ വൈറലായ പാൽക്കപ്പയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കപ്പ നമ്മൾ നന്നായിട്ട് തൊലി കളഞ്ഞ് കഴുകി കൊത്തി വേവിക്കുകയാണ്. പുഴുക്കുണ്ടാക്കുന്ന രീതിയിലാണ് നമ്മൾ കൊത്തിയെടുക്കുന്നത്. ഇതാ അപ്പോൾ നമ്മൾ കപ്പയുടെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയിൽ കഴുകിയതിന് ശേഷം നമുക്ക് കൊത്തിയെടുക്കാം കേട്ടോ. കപ്പ കഴുകി വെച്ചിട്ടുണ്ട്. അന്നേരം നമുക്കിനി ഇത് കൊത്തിയെടുക്കാം. പുഴുക്കുണ്ടാക്കുന്ന രീതിയിലേക്ക് നമുക്ക് കൊത്തി ഇതിൻ്റെ നാര് കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. കപ്പ എല്ലാം ഇവിടെ കൊത്തി കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അടച്ച് വെച്ച് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അല്പം ഉപ്പും കൂടി ഇട്ടോണം. ഈ സമയം കൊണ്ട് നമുക്ക് പാല് പിഴിഞ്ഞ് വെക്കാവേ. ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ തേങ്ങയ്ക്കുള്ള പാല് നമുക്ക് പിഴിഞ്ഞ് വെക്കാവേ. അതോടൊപ്പം തന്നെ നമുക്ക് വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിവയെല്ലാം നമുക്ക് റെഡിയാക്കി വെക്കാം. ഇത് ചെറിയ പീസായിട്ട് നമുക്ക് അരിഞ്ഞും കൂടെ വെക്കണം കേട്ടോ. ഈ ചെറിയ ഉള്ളി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതായത് നന്നായിട്ട് വറുത്തിടുമ്പോഴത്തേനും നല്ല ടേസ്റ്റ് കിട്ടും കപ്പയ്ക്ക്. അപ്പോൾ ആവശ്യത്തിന് എരിവ് വേണ്ടുന്നവർക്ക് അതും എടുക്കാം. പിന്നെ കപ്പ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പെട്ടെന്ന് വേവുന്ന കപ്പയായിരുന്നേ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം വാർത്തിട്ട് നമുക്ക് വേറൊരു ചട്ടിയിലേക്ക് മാറ്റാം കേട്ടോ. ഈ ചട്ടിയിൽ നല്ല നിറഞ്ഞു നിൽക്കുന്ന രീതിയിലുണ്ടായിരുന്നു കപ്പ. പക്ഷേ ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ചട്ടി തന്നെ ഇട്ട് ഞാൻ കപ്പ നന്നായിട്ട് ഉടച്ചെടുത്തു. ആദ്യമേ 2 പ്രാവശ്യം ഒന്ന് ഉടച്ചതിന് ശേഷമാണ് ഞാൻ 2ാം പാൽ ഒഴിച്ചു കൊടുത്തത്. ഈ 2ാം പാൽ ഒഴിച്ച് അതിൽ തന്നെ വെച്ച് നന്നായിട്ട് കപ്പ ഉടച്ചെടുത്തിട്ടുണ്ട്. അതിൽ തന്നെ നന്നായിട്ടൊന്ന് കുറുകി വന്നപ്പോഴത്തേനാണ് ഞാൻ ഇതിനകത്തേക്ക് 1ാം പാല് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഈ സമയം നമുക്ക് വേണ്ടുന്ന ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം 1ാം പാല് ഒഴിക്കാനായിട്ട്. അപ്പോൾ ഇത് കപ്പയിൽ ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് ഈ പാലിലും ഒക്കെ പിടിച്ച് കഴിയുമ്പോഴത്തേനും നല്ല ടേസ്റ്റ് ആയിരിക്കുമേ. അതിന് ശേഷം നമുക്കിനി കടുക് വറുക്കാം. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു. എണ്ണ ഒഴിച്ചതിന് ശേഷം ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില ഇത്രയും സാധനം ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ജസ്റ്റ് വഴുന്നതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങ കൊത്തും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ കപ്പയ്ക്ക് നല്ലൊരു രുചി ഉണ്ടാവും, പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. നന്നായിട്ടൊന്ന് ഈ മസാലയൊക്കെ ഒന്ന് വറുത്ത് ഇടുന്നതിനൊപ്പം തന്നെ നമ്മളുടെ ഈ തേങ്ങാക്കൊത്തും കൂടി ചേരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ മെത്തേഡ് ഇതാണ്. ഞാനിങ്ങനെയാണ് പാൽക്കപ്പ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.